അല്ല, അപ്പം എൻ്റെ വീടിൻ്റെ ബാർപ്പിൻ്റെ മുകളിലുള്ള കുറച്ച് ചെടികളാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ബാർപ്പിൻ്റെ മുകളിൽ ചെടികൾ നട്ടു വളർത്തണമെന്ന് ആഗ്രഹമുള്ളവർ ഈ വീഡിയോ മുഴുവൻ കാണേണ്ടതാണ്. അപ്പോൾ ആദ്യം തന്നെ മിറാക്കിൾ ഫ്രൂട്ടാണ്. ഇത് താഴെയുള്ള വലിയ ചെടിയിൽ നിന്ന് കായ പറിച്ച് കുരു ഇതിലിട്ടതാണ്. തെഴുത്ത് ചെടിയായി വരുന്ന അത്രേ. ഇത് കുള്ളൻ കർമൂസാണ്. ഈ ചെറിയ ഗ്രോ ബാഗിലാണ് ഇതുള്ളത്. അത്യാവശ്യം നല്ല ഉഷാറായി വളരുന്നുണ്ട്. ഗ്രോ ബാഗിലും ഡ്രമ്മിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് കുള്ളൻ കർമൂസ്. അടുത്തത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇതിപ്പോൾ നട്ടിട്ട് 3 മാസമായി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളരുന്നുണ്ട്. ഇത് ഡ്രമ്മിൽ തന്നെയാണുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു ഡ്രമ്മിലും ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. കായ്ച്ചിട്ടില്ല, വളരുന്നുണ്ട്. ഈ ഡ്രമ്മിൽ തന്നെ ഒരു തക്കാളിയും വളരുന്നുണ്ട്. പിന്നെ കുറച്ച് വെണ്ടക്ക തൈകളുണ്ട്. വീട്ടാവശ്യത്തിന് വേണ്ട വെണ്ടക്ക ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇന്നലെ കുറേ വിളവെടുത്തായിരുന്നു, അതുകൊണ്ട് അധികം കാണാനില്ല. അടുത്തത് മാവാണ്. ഡ്രമ്മിലാണുള്ളത്. കാലാപ്പാടി മാവാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു തവണ പൂത്ത മാവായിരുന്നു. പൂ കായ്ച്ചില്ല, പക്ഷേ വീണുപോയി. ഇതിൽ മുളകും വളരുന്നുണ്ട്. അടുത്തതായി മുന്നേ നമ്മൾ കായ പറിച്ചുകൊണ്ടിരുന്ന വെണ്ടക്കയാണ്. ഇതിപ്പോൾ കട്ട് ചെയ്ത് വിട്ടിട്ടാണുള്ളത്. തോട്ടത്ത് തക്കാളി ഉണ്ടായിട്ടുണ്ട്. അടുത്ത് കാണാൻ പോകുന്നത് ഒരു പച്ചമുളകിൻ്റെ വലിയൊരു അരി തന്നെയാണ് കാണാൻ പോകുന്നത്. ഇതാ ഈ പച്ചമുളക് തോട്ടത്തിലേക്കാണ്. നിറയെ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നട്ടത് പുണ്ണാക്ക്, മുട്ടത്തോട്, ആട്ടുംവളം ഇത് മിക്സ് ചെയ്തിട്ടാണ് ഇത് നട്ടത്. കൊല കുത്തി കായ്ച്ചിട്ടുണ്ട്. നിറയെ കായ്ച്ചിട്ടുണ്ട്. ഇത് പുതിനയാണ്. ഇത് നമ്മൾ കൊമ്പ് പൊട്ടിച്ച് നട്ട ഒരു തക്കാളിയാണ്. കൊമ്പ് പൊട്ടിച്ച് നടുന്നതാണ് തക്കാളിയിൽ ഏറ്റവും നല്ലത്. വേഗം തന്നെ കായ്ക്കുന്നുണ്ട്. പച്ചമുളകും നല്ല അടിപൊളി പച്ചമുളക് തന്നെയാണ്. അടുത്തത് നമ്മളെ പ്രിയൂർ മാവാണ്. വാങ്ങിക്കുമ്പോൾ ഇത്ര മണ്ണൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ അടുത്ത് നിന്ന് ഡ്രമ്മിലാണ് ഇതുള്ളത്. ഇത് അടിപൊളിയായി തേക്കുന്നുണ്ട്. ഇത് ബംഗനപ്പള്ളി മാവാണ്. ഇത് ഈ ഗ്രോ ബാഗിൽ നിന്ന് മാറ്റാനായിട്ടുണ്ട്. ഇതിൽ തന്നെ ഷമാമ് വളരുന്നുണ്ട്. ഷമാമ് കായ്ച്ചിട്ടുണ്ട്. മറ്റ് കുറേ ഷമാമ് ബാർപ്പിൻ്റെ മുകളിൽ വളരുന്നുണ്ട്. അടിപൊളിയായിട്ട് ഉണ്ടാകുന്നുണ്ട് ഷമാമൊക്കെ. ഷമാമ് കൂടാതെ ബത്തക്ക ഉണ്ടായിരുന്നു. ബത്തക്ക വിളവെടുത്ത് തൈ പൊരിച്ച് ചാടി. ഷമാമാണ്. ഷമാമ് നിറയെ ഉണ്ടായിട്ടുണ്ട്. അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ാണ് ഇത് സാധാ മൾബറിയാണ്. കായ്ച്ചിട്ടുണ്ട്. ഇത് വെറും ചാക്കിലാണ് ഉള്ളത്. ചെറിയ തണ്ട് പൊട്ടിച്ച് നട്ടതായിരുന്നു. ഇത്രയുള്ള ഒരു തണ്ട് പൊട്ടിച്ച് നട്ടതായിരുന്നു. അത് നന്നായി വളർന്നിട്ടുണ്ട്.
അതിന് തൊട്ട് സൈഡിൽ തന്നെ തക്കാളി ഉണ്ടായിട്ടുണ്ട്. ഇത് ഉള്ളം കർമൂസ തന്നെയാണ്. ഇത് പൂത്തിട്ടുണ്ട്, കാണുന്നുണ്ടോ എന്നറിയില്ല, പൂത്തിട്ടുണ്ട്. പിന്നെ ഇത് ദൽഹരി ചമ്പയാണ്, അത്യാവശ്യം നല്ല കാട് പോലെ ആയിട്ടുണ്ട്. ഇത് വലിയ ഡ്രമ്മിലാണുള്ളത്. ഒരിക്കൽ പൂത്ത് കായ പറിച്ചതാണ്. നല്ല മധുരമുള്ള ചാമ്പക്ക തന്നെയാണ്. എൻ്റെ തൊട്ട് സൈഡിൽ തന്നെ വെണ്ട ഉണ്ടായി കിടക്കുന്നുണ്ട്. കുഞ്ഞ് ഗ്രോ ബാഗിലാണ് ഉള്ളത്. അതും ഒന്നിൽ തന്നെ 2-3 വെണ്ടക്ക തൈകളുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. കൂടുതലും പച്ചക്കറി തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒരു കുറ്റിമുന്തിരി ഉണ്ട്. ഇതും ചെറിയ തൈ വാങ്ങിച്ചതായിരുന്നു. ഇതൊരു ഗ്രോ ബാഗിലാണുള്ളത്. അത്യാവശ്യം നല്ല വണ്ണം വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി നടുന്നതായിരിക്കും. ഇത് വേഗ്ന റെഡിൻ്റെ ഒരു ചെറിയ പിലാവാണ്. ഇത് വാങ്ങിച്ചപ്പോൾ ഇട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു. എന്നിട്ടിത് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും തെഴുത്തു വന്നതാണ്. ഇതൊരു ഗ്രോ ബാഗിൽ തന്നെയാണുള്ളത്. അപ്പോൾ കൂടുതലുണ്ടായത് പച്ചമുളക് തന്നെയാണ്. ഇത് മൂവാണ്ടൻ മാവിൻ്റെ തൈയായിരുന്നു. ഇതിപ്പോൾ നന്നായി തെഴുത്ത് വരുന്നുണ്ട്. നശിച്ചു പോയൊരു തൈയായിരുന്നു, ഇപ്പം മുളച്ചു വരുന്നുണ്ട്. പിന്നെ കുറച്ച് വഴുതന നട്ടിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ വഴുതനയാണ്. നട്ടിട്ട് ഒരു 5 ദിവസമായിട്ടുണ്ടാവും. അൽഫോൺസാണ്. ഇത് വേഗ്ന ഏർലിയാണ്. മറ്റേത് വേഗ്ന റെഡാണിത്. ഇത് വേഗ്ന ഏർലിയാണ്. ഇത് അടിപൊളിയായിട്ട് വളരുന്നുണ്ട്. ഇത് വലിയ ഡ്രമ്മിൽ തന്നെയാണ് ഇതുള്ളത്. ഇതിലാണ് ഷമാമെല്ലാം വളരുന്നത്. ഇത് നമ്മളെ കുളമ്പ് മാവാണ്, അടിപൊളിയായിട്ട് വളരുന്നുണ്ട്. ഇത് ഡ്രമ്മിൽ തന്നെയാണുള്ളത്. അപ്പം നമ്മളിത് വേഗം തന്നെ പറഞ്ഞ് തീർക്കാൻ പോവുകയാണ് ഈ വീഡിയോ. ഇത് കോട്ടൂർ കോണം മാവാണ്. ഇത് വേറാപ്പിള്. ഇത് വാങ്ങിച്ചിട്ട് ഒരു 4 ആഴ്ച ആയിട്ടുണ്ടാകും. നന്നായി വളർന്ന് ഈ കൊമ്പൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് വളർന്നതാണ്. അപ്പോൾ ഇത് നമ്മളെ ബനാന സപ്പോട്ടയാണ്. ഇത് വേറാപ്പിളിൻ്റെ ഒപ്പം വാങ്ങിച്ചു തന്നെയാണ്. ഇത് നന്നായി വളരുന്നുണ്ട്. ഇതും ഗ്രോ ബാഗ് തന്നെയാണുള്ളത്. അത്യാവശ്യം പണം വെക്കുമ്പോൾ നമ്മൾ ഡ്രമ്മിലേക്ക് മാറ്റുന്നതായിരിക്കും. ഇത് ബുഷ് ഓറഞ്ചാണ്. ഇതും ഇതിൻ്റെ ഒപ്പം വാങ്ങിച്ചത് തന്നെയാണ്. നന്നായി വളരുന്നുണ്ട്. ഇത് ഞാൻ വീട്ടിൽ നിന്ന് ലെയർ ചെയ്ത ഒരു മാതള നാരങ്ങൻ്റെ തൈയാണ്. നല്ല അടിപൊളിയായിട്ട് തയ്ക്കുന്നുണ്ട്. ഇത് പുഷ് വന്നിട്ട് ഇലയൊക്കെ തിന്ന് കളഞ്ഞു. ഇത് VNR പേരയാണ്. ഇത് ഡ്രമ്മിൽ തന്നെയാണുള്ളത്. ഇത് കായ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. പേരൊക്കെ അത്യാവശ്യം വണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ N90 റാംബൂട്ടാൻ. അപ്പോൾ ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ ചെടിയെല്ലാം നട്ടിട്ടുണ്ട്. ഇതിലൊന്നുമില്ല കരുതണ്ട. ചീര മുളക്കുന്നുണ്ട്. അതിൻ്റെ നടുവിലൊരു കർമൂസം നിൽക്കുന്നുണ്ട്. 2 ഫ്രിഡ്ജ് ബോക്സിലാണ് ഇപ്പോൾ നട്ടിട്ടുള്ളത്. ഇതിൽ കർമൂസ്, പച്ചമുളക്, തക്കാളി അങ്ങനെ എല്ലാം ഉണ്ട്. ഇത് പുതിനയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. വളർത്താൻ ആഗ്രഹമുള്ളവർ വാർപ്പിൻ്റെ മുകളിൽ ഇതൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ബൈ ബൈ.